തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂട്ടുമെന്ന് പറഞ്ഞത് കൂട്ടിയിട്ടുണ്ട്. 16 പൈസയെ കൂട്ടിയുള്ളൂ, മറ്റ് സമ്മർ താരിഫില്ല എന്നൊക്കെയുള്ള ആശ്വാസ വാക്കുകളും മന്ത്രി പറയുന്നുണ്ട്. അത് പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ? മാത്രമല്ല കൂട്ടത്തിൽ ഒന്നുകൂടെ പറയുന്നത് 2027 മുമ്പ് ഇനി കൂട്ടാനേ പോകുന്നില്ലെന്ന്. ആർക്കത് പറയാൻ പറ്റും? അത് പറയുന്നത് 2026 അധികാരം ഒഴിയുന്ന ഒരു ഗവൺമെന്റിന് അങ്ങനെ അങ്ങോട്ട് നീട്ടി പറയാനുള്ള ധാർമ്മികമായ ഒരു അവകാശമുണ്ടോ? അത് രണ്ടാമത്തെ പ്രശ്നം. അത് പൊളിറ്റിക്സ് ആണ്, ഞാനത് പറയുന്നില്ല. പക്ഷേ വൈദ്യുതി ചാർജ് വർധനവ് എത്രാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ? പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 5ാം തവണയാണ് വൈദ്യുതി ചാർജ് ഇപ്പോൾ കൂട്ടുന്നത്. അതും ഇപ്രാവശ്യം കുത്തനെ കൂട്ടിയെന്ന് മാത്രമല്ല, BPL വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നുകൂടി കൂടുതൽ തുക ഈടാക്കുന്നതിന് വേണ്ടിയുള്ള മനുഷ്യത്വരഹിതമായ നടപടിയിലേക്ക് പോയി. ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ചെറുതല്ല എന്ന് ഞാൻ പറയേണ്ടതില്ല. ഇനി വേനൽക്കാലം പോകുന്നത്, വേനൽക്കാലത്ത് വൈദ്യുതിയുടെ ഉപയോഗം വളരെ കൂടുകയല്ലേ? അതനുസരിച്ച് കൂടിയ തുക ആളുകൾ കൊടുക്കേണ്ടി വരില്ലേ? ഒരിക്കലും ജനങ്ങളെ ഇങ്ങനെ ഏറ്റവും ക്രൂരമായി ദ്രോഹിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകരുതായിരുന്നു. വൈദ്യുതി ഇവിടെ ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഇല്ലെങ്കിലും പുതിയ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ ഒരു ആർഗ്യുമെന്റെങ്കിലും ഉണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഇതിലെന്തെങ്കിലും നടപടിയെടുത്തിട്ടുണ്ടോ? ഹൈഡൽ പ്രോജക്റ്റിന്റെ ഒരു യൂണിറ്റിന്റെ ഉൽപാദന ചെലവ് കേവലം ₹1 മാത്രമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നമ്മൾ കൃഷി ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ നിരക്കിലും 5 പൈസയുടെ വർധനയുണ്ട്. എല്ലായിടത്തും ഒന്ന് അടിച്ചിട്ടാണ് പോകുന്നത്. അത് ഈ സത്യം പറഞ്ഞാൽ കൊടുങ്കാറ്റ് വരുന്നത് പോലെയാണ്. ഒരു തീരുമാനം വരുമ്പോൾ അതിന്റെ അടിയിൽ നിൽക്കുന്ന വീടല്ല, വൃക്ഷമല്ല, മനുഷ്യനല്ല, എല്ലാവരെയും ആഞ്ഞടിച്ചങ്ങ് കടന്നു പോവുകയാണ്. എന്തൊരു കഷ്ടമാണിത്! നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യം. എങ്ങനെയാണ് ഇതിനെ നേരിടുക? ഈ തീരുമാനത്തോടുള്ള പ്രതിഷേധം എങ്ങനെയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? സ്വാഭാവികമായ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ഇതിലുണ്ടാകും. കാരണം ഇതിൽ അനുഭവിക്കുന്ന ആളുകൾ ഈ ജനസമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ളവരുണ്ട്, എല്ലാ സ്ഥലങ്ങളിലുമുള്ള ആളുകളുണ്ട്. ഇതിനെതിരായിട്ടുള്ള വളരെ ശക്തമായ രൂപത്തിലുള്ള സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഉണ്ടാവും. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.